പുരുഷദ്വേഷം, അതായത് സ്ത്രീകളോടുള്ള കാണിക്കുന്ന ഈ റേജ്, ഒരു മസ്കുലിനായിട്ടുള്ള റേജ്, അത് നമുക്ക് സോഷ്യൽ മീഡിയയുടെ മുമ്പും ഉണ്ട്. ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ അതെപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ മാനോസ്ഫിയർ എന്നുള്ള പുതിയ ഒരു കൾച്ചർ രൂപപ്പെടുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു സവിശേഷമായ സ്വാധീനം കൂടിയതിന് ശേഷമാണ്. അപ്പം അതിനകത്തും ഇത് തുടരുന്നു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ പണ്ടും നമുക്കറിയാം എന്ന് വെച്ചാൽ ഈ പുരുഷാധിപത്യ സ്കൂളുകളിലും നമ്മൾ പറഞ്ഞ ഫാമിലിയിലും ഒക്കെ തന്നെ നിലനിന്ന സംഗതിയെ ഇൻ്റർനെറ്റിലേക്ക് അതുപോലെ തന്നെ പകർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലും അതിനകത്തുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ്, അഡോളസൻസിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്ന ഈ 13-കാരനായിട്ടുള്ള ഈ അതിലേക്ക് വരികയാണ്. കാരണം വെച്ചാൽ അതിനെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയ കമൻസും ലൈക്സുമാണ്. അതിൽ നിന്നാണ് ഒരു എന്താ പറയുക, ഒരു കൊച്ചു കൊലപാതകയായിട്ടത് രൂപപ്പെടുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ സ്ഫിയറിലും, കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ, അല്ലേ? വയലൻസിന് പ്രധാനപ്പെട്ട ഭാഷയെ മാറിയുണ്ട്. വയലൻസ് ഇമോജികൾ, വയലൻ്റ് ആയിട്ടുള്ള ഇമോജികൾ ട്രാൻസാക്ട് ചെയ്യുക, രൂക്ഷമായി പ്രതികരിക്കുക. ഇതിൽ ജേമി എന്ന കഥാപാത്രം, അഡോളസൻസ് ജേമി എന്ന കഥാപാത്രത്തിന് മാനോസ്ഫിയറിൽ പോകുന്നതിനൊരു നിമിത്തമായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജേമി സൈബർ ബുള്ളിങ്ങിന് വിധേയാണ്. ഈ KT അതിൻ്റെ അകത്ത് പുതിയൊരു അതും കൂടി കാണുന്നുണ്ട്. കാര്യം വ്യാപകമായി ഇത് ആൺകുട്ടികൾ മാത്രം ഉപയോഗിക്കുന്നില്ല, പെൺകുട്ടികളും ഈ സോഷ്യൽ മീഡിയ ടൂൾസ് ഉപയോഗിക്കും, അതിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആകുന്നു. അങ്ങനെ ജേമി എന്ന ആളെ ഈ ഇതിൻ്റെ അകത്തുള്ള പുതിയ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ബുള്ളി എന്നാണ് ഇതിൻ്റെ അകത്ത് കണ്ടെത്തുന്നത്. അതിനാണ് ഇയാൾക്ക് മാൻഹുഡ് പ്രൂവ് ചെയ്യാനായിട്ട് നിർബന്ധമായ സാഹചര്യമാണ്. മാൻഹുഡ് ഇല്ല എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് ജേമി എന്നെ പരിഹസിക്കുന്ന ഇൻസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻവോളണ്ടറി സെലിബ്രേറ്റ് എന്നാണ് KT വിളിക്കുന്നത്. ശരി, KTയോട് അനുഭവം പ്രകടിപ്പിച്ചാണ് തുടങ്ങുന്നത് ഇയാള്. പക്ഷെ തിരിച്ചാവുകയും ഇയാളെ ഒഴിവാക്കുകയും ഇയാളെ ഇൻവോളണ്ടറി സെലിബ്രേറ്റ് എന്ന് പറയാം. അപ്പോൾ 13-നെ സംബന്ധിച്ചോളം ആ തന്റെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപമാനം, വല്ലാത്ത അവമാനമാണ്. അത് സൃഷ്ടിക്കുന്ന അപകർഷതയുണ്ട്. ആ അപകർഷത വലിയ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. കാര്യം പിന്നെ തനിക്ക് അതല്ല പ്രൂവ് ചെയ്യേണ്ടത് ഒരു ബാധ്യത. അപ്പോൾ ഈ ആ മാസ്കുലിറ്റി, അതിൽ തന്നെ വേറെ കാര്യം, ഇപ്പോൾ ഈ പോലീസ് ഓഫീസറുടെ മകൻ പറഞ്ഞു ഇപ്പൊ ആൻഡ്രൂ ടേറ്റിനെ പോലുള്ള ചില ആൾക്കാർ ഈ മാനോസ്ഫിയർ പ്രവർത്തിക്കുന്നത് ആൻഡ്രൂ ടേറ്റിനെ പോലെ ഇവര് പ്രകടമായി സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹേറ്റ് വുമൺ, ഹേറ്റ് ട്രാൻസ്ജെൻഡർ, എക്സ്പ്രസ് യുവർ മാസ്കുലിനിറ്റി എന്നാണ്, എക്സ്പ്രസ് യുവർ മാലിറ്റി, സോ ദാറ്റ് വിൽ എൻഷുർ യുവർ സക്സസ്. ഇതൊക്കെയാണ് ഒരു പറഞ്ഞത്. അത് മാത്രമല്ല അതിൻ്റെ ഒരു ഗ്ലോബൽ അംഗീകാരം കൂടി കിട്ടുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചും ട്രംപ് ഒക്കെ വന്നതിന് ശേഷം ഒരു ട്രംപിസത്തിന്റെ ഒരു പ്രധാന പോയിന്റും ഇത് തന്നെയാണല്ലോ.